തുഴയുന്ന കെ അരുൺകുമാർ ക്യാപ്റ്റനായിട്ടുള്ള ശ്രീ ഗണേശനാണ് അല്പം മുന്നിൽ. നാലാമത്തെ ട്രാക്കിൽ നടുഭാഗം. അങ്ങനെ 4 പ്രശസ്തമായ വള്ളങ്ങളാണ് ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാം ഹീറ്റ്സിൽ മത്സരിക്കുന്നത്. കരുവാറ്റ ശ്രീവിനായകൻ പലതവണ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മത്സരിച്ചിട്ടുണ്ട്. കല്ലട ടൗൺ ബോട്ട് ക്ലബാണ് ഇത്തവണ വള്ളം തുഴയുന്നത്. ക്യാപ്റ്റൻ സന്തോഷ് അടൂരാൻ, 92 തുഴച്ചിൽക്കാരും 5 അമരക്കാരും 7 നിലക്കാരും ചേരുന്നതാണ് വിനായകന്റെ സേന. വെള്ളംകുളങ്ങര വള്ളം തുഴയുന്നത് വെള്ളംകുളങ്ങര ബോട്ട് ക്ലബ്. 2 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട വെള്ളംകുളങ്ങര ചുണ്ടൻ തുഴയുന്നത് വെള്ളംകുളങ്ങര ബോട്ട് ക്ലബാണ്. ക്യാപ്റ്റൻ ജി മുരുകൻ. ഇപ്പോൾ 3ാമത്തെ ട്രാക്കിൽ തുഴയുന്ന 18ാം നമ്പർ വള്ളം ശ്രീ ഗണേശൻ തന്നെ മുന്നിൽ. സെന്റ് ഫ്രാൻസിസ് ബോട്ട് ക്ലബ്, കെ അരുൺകുമാർ ക്യാപ്റ്റനായിട്ടുള്ള ശ്രീ ഗണേശൻ. നിരവധി ജലോത്സവങ്ങളിൽ തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയ ശ്രീ ഗണേശൻ തുഴയുന്നത് കൊല്ലം സെന്റ് ഫ്രാൻസിസ് ബോട്ട് ക്ലബാണ്. 81 തുഴക്കാരും 9 നിലക്കാരും 5 അമരക്കാരുമാണ് ഈ വള്ളത്തിലുള്ളത്. കേരളത്തിലെ ജലോത്സവങ്ങളിൽ ഇതാ ഒരു നവാഗതൻ. പ്രഥമ രാഷ്ട്രപതി ട്രോഫി വള്ളംകളി മത്സരം കൊല്ലം അഷ്ടമുടിക്കായലിൽ അരങ്ങേറുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇതിന് ദൃക്സാക്ഷിയാവാൻ ഭാരതത്തിന്റെ പ്രഥമ വനിത, അതെ, ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീമതി പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ എത്തുന്നു. ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് 18ാം നമ്പർ വള്ളം 3ാം ട്രാക്കിൽ തുഴയുന്ന ശ്രീ ഗണേശൻ. സെയിന്റ് ഫ്രാൻസിസ് ബോട്ട് ക്ലബ് കൊല്ലം തുഴയുന്ന ശ്രീ ഗണേശൻ, കെ അരുൺകുമാർ ക്യാപ്റ്റനായിട്ടുള്ള ശ്രീ ഗണേശൻ തന്നെ മുന്നിൽ. കരുവാറ്റ ശ്രീവിനായകനും വെള്ളംകുളങ്ങരയും ശ്രീ ഗണേശനും നടുഭാഗവും തമ്മിലുള്ള മത്സരമാണ് കാണുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ആദ്യ വിജയിയാണ് 4ാം ട്രാക്കിൽ തുഴയുന്ന നടുഭാഗൻ ചുണ്ടൻ. പായിപ്പാട് ബോട്ട് ക്ലബാണ് തുഴൽക്കാർ. ക്യാപ്റ്റൻ സുരാജ് അലക്സ്. 51.25 കോൽ നീളമുള്ള വള്ളത്തിൽ 91 തുഴക്കാരും 9 നിലക്കാരും 5 അമരക്കാരുമുണ്ട്. 2ാം ഹീറ്റ്സ് ചുണ്ടൻ ഇനത്തിലെ നടക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഈ ജലോത്സവത്തിന്റെ സംഘാടക സമിതി ചെയർമാൻ കൊല്ലം ജില്ലാ കളക്ടർ ശ്രീ PG തോമസ്. സ്വർണം പൂശിയ പ്രസിഡന്റ്സ് ട്രോഫിക്ക് വേണ്ടി 16 ചുണ്ടൻ വള്ളങ്ങൾ മത്സര രംഗത്ത്. 10 ലക്ഷം രൂപ വിലമതിക്കുന്ന ട്രോഫി മത്സരം സംഘടിപ്പിക്കുന്നതിന് ചിലവായത് 2 കോടി രൂപ. ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് 3ാം ട്രാക്കിൽ തുഴയുന്ന ശ്രീ ഗണേശൻ. ശ്രീ ഗണേശനും കരുവാറ്റ ശ്രീവിനായകനും വെള്ളംകുളങ്ങരയും നടുഭാഗവും തമ്മിലുള്ള മത്സരമാണ് 2ാമത്തെ ഹീറ്റ്സിൽ നടക്കുന്നത്. അതെ, ശ്രീ ഗണേശൻ തന്നെ ലീഡ്. വ്യക്തമായിട്ടുള്ള ലീഡാണ് 3ാം ട്രാക്കിൽ തുഴയുന്ന 18ാം നമ്പർ വള്ളം ശ്രീ ഗണേശനുള്ളത്. ഒരു വള്ളപ്പാട് മുന്നിൽ തന്നെയാണ് ശ്രീ ഗണേശൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് ഓണം സീസൺ. പഞ്ഞക്കർക്കിടകം കഴിഞ്ഞ് പൊന്നിൻ ചിങ്ങമാസം വന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പൊന്നോണം. ഈ ഓണ സീസണിൽ കേരളത്തിൽ അങ്ങിങ്ങായി ഏതാണ്ട് 30ഓളം മത്സര വള്ളംകളികൾ സംഘടിപ്പിക്കപ്പെടുന്നു. കൊല്ലത്ത് ഇത് ആദ്യമായിട്ടാണ് ഒരു മത്സരം. ശ്രീ ഗണേശൻ തന്നെ മുന്നിൽ. 3ാം ട്രാക്കിൽ തുഴഞ്ഞ 18ാം നമ്പർ ശ്രീ ഗണേശൻ ഫിനിഷിംഗ് പോയിന്റ് സമീപിക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. ശ്രീ ഗണേശൻ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്ന 2ാം ഹീറ്റ്സിൽ. 2ാം സ്ഥാനത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 3ാം ഹീറ്റ്സ് ആരംഭിച്ചു കഴിഞ്ഞു. 3ാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്നത് 1ാം ട്രാക്കിൽ പായിപ്പാടൻ, 2ാം ട്രാക്കിൽ വടക്കേ ആറ്റുപുരം, 3ാം ട്രാക്കിൽ പുളിങ്ങുന്ന്, 4ാം ട്രാക്കിൽ ചെറുതന. പായിപ്പാടൻ ചുണ്ടൻ ടൗൺ ബോട്ട് ക്ലബ് ആലപ്പുഴയാണ് തുഴയുന്നത്. അതിന്റെ ക്യാപ്റ്റൻ നന്ദകുമാർ. 2ാമത്തെ ട്രാക്കിൽ വടക്കേ ആറ്റുപുരം ജൂനിയർ CBC ചങ്ങങ്കേരി ബോട്ട് ക്ലബ് തുഴയുന്നു. KC കുഞ്ഞു വൻകൊട്ടാരൻ ചങ്ങങ്കേരി അതിന്റെ ക്യാപ്റ്റൻ. 3ാമത്തെ ട്രാക്കിൽ പുളിങ്ങുന്ന് ദേവമാതാ ബോട്ട് ക്ലബ് ചേന്നങ്കേരി തുഴയുന്ന ജോയിച്ചൻ പാലക്കൽ ക്യാപ്റ്റനായിട്ടുള്ള പുളിങ്ങുന്ന്. 4ാമത്തെ ട്രാക്കിൽ ചെറുതന ടൗൺ ബോട്ട് ക്ലബ് കരുനാഗപ്പള്ളി തുഴയുന്ന S പ്രവീൺ കുമാർ കരിമ്പാലയിൽ ക്യാപ്റ്റൻ. അങ്ങനെ വിവിധ ശൈലികളിലുള്ള തുഴച്ചിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരുനാഗപ്പള്ളിക്കാരും ചേന്നങ്കേരിക്കാരും ചങ്ങങ്കേരിക്കാരും ആലപ്പുഴക്കാരും ഒക്കെ തുഴയുന്ന മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തേവള്ളി കൊട്ടാരത്തിൽ നിന്നും ബോട്ട് ജെട്ടി വരെയുള്ള ട്രാക്കിന്റെ നീളം 1.2 കിലോമീറ്റർ. 4 ട്രാക്കുകളാണ് പ്രസിഡന്റ്സ് ട്രോഫി ബോട്ട് റേസിലുള്ളത്. ഓരോന്നും 10 മീറ്റർ വീതി. ഏതാണ്ട് 1 ലക്ഷത്തോളം ആൾക്കാർ ഈ ജലമേള നേരിൽ കാണാൻ എത്തിയിട്ടുണ്ട്. VVIP പവലിയനിൽ ഫിനിഷിംഗ് പോയിന്റിന് വളരെ അടുത്തിരുന്ന് ഭാരതത്തിന്റെ സുപ്രീം കമാൻഡർ ഓഫ് ദി ആർംഡ് ഫോഴ്സസ്, രാഷ്ട്രത്തിന്റെ പ്രഥമ വനിത ഈ ജലോത്സവം വീക്ഷിക്കുവാൻ ഏതാനും നിമിഷങ്ങൾക്കകം എത്തും. ഇപ്പോൾ
പായിപ്പാടനും വടക്കേ ആറ്റുപുറവും പുളിങ്കുന്നും ചെറുതനയും തമ്മിലുള്ള മൂന്നാം ഹീറ്റ്സിലെ മത്സരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ആദ്യ രണ്ട് ഹീറ്റ്സിൽ ഉണ്ടായിരുന്ന വാശി ഒരൽപ്പം കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. 2005, 2006, 2007 വർഷങ്ങളിൽ നെഹ്റു ട്രോഫി നേടിയ ചരിത്രവുമായിട്ടാണ് പായിപ്പാടൻ ചുണ്ടൻ ഇന്ന് അഷ്ടമുടിയിൽ മത്സരിക്കുന്നത്. ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബാണ് തുഴയുന്നത്. നന്ദകുമാറാണ് ഈ വള്ളത്തിന്റെ ക്യാപ്റ്റൻ. ഇപ്പോൾ ഒന്നാം ട്രാക്കിലെ പായിപ്പാടൻ തന്നെയാണ് അല്പം മുന്നിൽ. നന്ദകുമാർ ക്യാപ്റ്റനായിട്ടുള്ള ടൗൺ ബോട്ട് ക്ലബ് ആലപ്പുഴ തുഴയുന്ന പായിപ്പാടൻ. രണ്ടാം ട്രാക്കിൽ വടക്കേ ആറ്റുപുറം ജൂനിയർ CBC ചങ്ങങ്കേരി ബോട്ട് ക്ലബ് KC കുഞ്ഞുമോൻ അതിന്റെ ക്യാപ്റ്റൻ. പുളിങ്കുന്ന വള്ളവും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പണ്ട് വളരെയധികം പേരും പ്രശസ്തി ഉണ്ടായിരുന്ന പുളിങ്കുന്ന വള്ളം നെഹ്റു ട്രോഫി ജലോത്സവത്തിലും രാജീവ് ഗാന്ധി ട്രോഫി ജലമേളിലും നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ട്. ഇപ്പോൾ നാലാം ട്രാക്കിൽ തുഴയുന്ന 15-ാം നമ്പർ വള്ളം ചെറുതന ടൗൺ ബോട്ട് ക്ലബ് കരുനാഗപ്പള്ളി പ്രവീൺ കുമാർ ക്യാപ്റ്റനായിട്ടുള്ള ചെറുതനയാണ് മുന്നിൽ. ചെറുതനയിൽ ഇത്തവണ തുഴയുന്നത് കരുനാഗപ്പള്ളിയിലെ തുഴച്ചിൽക്കാരാണ്. കൊല്ലംകാരും കോട്ടയംകാരും കുട്ടനാടുകാരും ഒക്കെ വിവിധ ശൈലിയിൽ തുഴയുന്ന ഒരു മത്സരമായി മാറിയിരിക്കുകയാണ് പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവം കൊല്ലത്ത് അഷ്ടമുടിക്കായലിൽ നടക്കുന്നത്. അഷ്ടമുടിയുടെ ഓളപ്പരപ്പിൽ പ്രസിഡന്റ് ട്രോഫിക്കായിട്ട് 16 ചുണ്ടൻ വള്ളങ്ങളിൽ നിന്ന് മാറ്റുരയ്ക്കുന്നു. പായിപ്പാടൻ തന്നെ മുന്നിൽ. പായിപ്പാടൻ ഒന്നാം ട്രാക്കിൽ തുഴയുന്ന 32-ാം നമ്പർ വള്ളം പായിപ്പാടൻ ടൗൺ ബോട്ട് ക്ലബ് ആലപ്പുഴ തുഴയുന്ന നന്ദകുമാർ ക്യാപ്റ്റനായിട്ടുള്ള പായിപ്പാടൻ ഫിനിഷ് ചെയ്യുന്ന ഒരു രംഗമാണ് കണ്ടത്. തുടർന്നുള്ള വിവരണം ശ്രീ ജോ ജോസഫ് തായങ്കരി നൽകി. ചുണ്ടൻ വള്ളങ്ങളുടെ മൂന്നാമത്തെ ഹീറ്റ്സ് ആണ് നടന്നത്. അത് കഴിഞ്ഞിട്ട് നാലാമത്തെ ഹീറ്റ്സ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ആലപ്പാട് പുത്തൻ ചുണ്ടൻ, കാരിച്ചാൽ, ആനാരി ചുണ്ടൻ, ജവഹർ തായങ്കരി എന്നിങ്ങനെ 4 ചുണ്ടൻ വള്ളങ്ങളാണ് ഈ ഇനത്തിൽ മത്സരിക്കുന്നത്. ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന ആലപ്പാട് പുത്തൻ ചുണ്ടനിൽ മത്സരിക്കുന്നത് ചങ്ങങ്കരി ബോട്ട് ക്ലബ്ബ് ശ്യാം റോയുടെ നേതൃത്വത്തിലുള്ള ചങ്ങങ്കരി ബോട്ട് ക്ലബ്ബുകാരാണ്. രണ്ടാമത്തെ ട്രാക്കിലുള്ള കാരിച്ചാൽ വള്ളത്തിൽ തുഴയുന്നത് സംഘം കന്നേറ്റി കരുനാഗപ്പള്ളിക്കാരാണ്. റഹബത്തുള്ളയാണ് അതിന്റെ ക്യാപ്റ്റൻ. മൂന്നാമത്തെ ട്രാക്കിൽ ആനാരി ചുണ്ടൻ തുഴയുന്നത് തിരുവാർപ്പ് ബോട്ട് ക്ലബ്ബ് കോട്ടയംകാരാണ്. ജെയിംസ് കുട്ടി ജേക്കബ് അതിന് നേതൃത്വം നൽകുന്നു. നാലാമത്തെ ട്രാക്കിൽ ജവഹർ തായങ്കരിയിൽ കടന്നു വരുന്നത് ബ്രദേഴ്സ് ബോട്ട് ക്ലബ്ബ് കരുനാഗപ്പള്ളിക്കാരാണ്. K മനോജാണ് അതിന്റെ ക്യാപ്റ്റൻ. 4 കളിവള്ളങ്ങളും ഇപ്പോൾ ഏകദേശം ഒരേ രീതിയിലുള്ള ഒരു പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പേരും പെരുമയും നേടിയ 4 കളിവള്ളങ്ങൾ, നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ ഭാഗ്യം ശ്രദ്ധിച്ച 3 കളിവള്ളങ്ങൾ, ആലപ്പാടും കാരിച്ചാലും ജവഹർ തായങ്കരിയും. ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി വിജയിച്ചിട്ടുള്ള കാരിച്ചാൽ ഇതാ മറ്റ് കളിവള്ളങ്ങളെ പിന്തള്ളിക്കൊണ്ട് വ്യക്തമായ ഒരു ലീഡ് കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. തൊട്ടടുത്ത് ജവഹർ തായങ്കരിയുണ്ട്. വളരെ മനോഹരമായ ഒരു പോരാട്ടമാണ് കാരിച്ചാലും ജവഹർ തായങ്കരിയും തമ്മിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം നെഹ്റു ട്രോഫി നേടുക എന്ന് പറഞ്ഞാൽ 10-13 വർഷം നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള കാരിച്ചാൽ കടന്നു വരുന്നു. അതുപോലെ 14 പ്രാവശ്യം നെഹ്റു ട്രോഫിയിൽ 2ാം സ്ഥാനം നേടിയിട്ടുള്ള ജവഹർ തായങ്കരി കടന്നു വരുന്നു. ഈ നെഹ്റു ട്രോഫി എന്ന് കൂടുതൽ ആവർത്തിച്ച് പറയുന്നത് ഈ വള്ളംകളിയുടെ ഏറ്റവും മഹത്തായ മത്സരം നടക്കുന്ന വേദി അതായതുകൊണ്ടാണ് നെഹ്റു ട്രോഫിയിൽ വിജയിക്കുക എന്ന് പറയുന്നത് കൂടുതൽ ആവർത്തിച്ച് പറയുന്നത് എന്ന് ശ്രോതാക്കൾ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും 4 കളിവള്ളങ്ങൾ കാരിച്ചാലും മാനാരിയും ജവഹർ തായങ്കരിയും ആലപ്പാട് പുത്തൻചുണ്ടനും കൂടെ വളരെ മനോഹരമായ ഒരു പോരാട്ടം. ആദ്യ 2 ഹീറ്റ്സ് അത്ര ആയിരുന്നില്ല എങ്കിൽ പോലും രണ്ടാമത്തെ ഹീറ്റ്സും 3ാമത്തെ ഹീറ്റ്സും 4ാമത്തെ ഹീറ്റ്സും മഹത്തായ ഒരു മത്സരമാണ് ഇവിടെ 4 കളിവള്ളങ്ങൾ കാഴ്ചവെക്കുന്നത്. ഒന്നാമത്തെ ട്രാക്കിലുള്ള ആലപ്പാട് പുത്തൻചുണ്ടൻ അല്പം പിന്നിലാണ് എങ്കിൽ കാരിച്ചാലും ആനാരി ചുണ്ടനും ജവഹർ തായങ്കരിയും വളരെ മനോഹരമായ ഒരു പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘം കന്നേറ്റി നയിക്കുന്ന കരുനാഗപ്പള്ളിക്കാർ തുഴയുന്ന തെക്കൻ ചിട്ടയിലുള്ള തുഴച്ചിൽ തുഴഞ്ഞുകൊണ്ട് അവർ കൊത്തി കടന്നു വരുന്നു. കാരിച്ചാലിൽ ഇതാ ലീഡ് കരസ്ഥമാക്കിക്കൊണ്ട് അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിൽ തന്നെയുള്ള മറ്റൊരു ക്ലബ്ബായ ബ്രദേഴ്സ് ബോട്ട് ക്ലബ്ബ് ജവഹർ തായങ്കരിയിൽ കടന്നു വരുന്നു. 4ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. ഇപ്പോൾ ജവഹർ തായങ്കരിയും കാരിച്ചാലും അതുപോലെ ആനാരി പുത്തൻചുണ്ടനും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും അല്പം മുന്നിൽ ജവഹർ തായങ്കരി ആണോ എന്ന് കരുതേണ്ടിയിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു പോരാട്ടം. 19ാം നമ്പർ വള്ളം ജവഹർ തായങ്കരി ബ്രദേഴ്സ് ബോട്ട് ക്ലബ്ബ് BBC കരുനാഗപ്പള്ളിയുടെ നേതൃത്വത്തിൽ അവർ അല്പം ലീഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. എങ്കിലും വളരെ ഒരു ശക്തമായ ഒരു പോരാട്ടമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ നമ്മൾ സ്ഥിരമായി പറയുന്ന പോലെ ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടം, വളരെ ശക്തമായ ഒരു ഫൈനൽ മത്സരത്തിനെ വെല്ലുന്ന ഒരു പോരാട്ടം. പരമ്പരാഗത വൈദികളായ ജവഹർ തായങ്കരിയും കാരിച്ചാലും ആനാരി പുത്തൻചുണ്ടനും അതുപോലെ ആലപ്പാട് ചുണ്ടനും തമ്മിൽ മത്സരിക്കുമ്പോൾ ഇതാ കാരിച്ചാലും ജവഹർ തായങ്കരിയും
ആനാരി പുത്തൻചുണ്ടനും ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ട് മുന്നേറുന്നു. പഴയ കാലത്തെ ശക്തന്മാരായിരുന്നു തിരുവാർപ്പ് ബോട്ട് ക്ലബ്ബുകാര്. അവർ ആനാരി പുത്തൻചുണ്ടനിൽ കടന്നു വരുന്നു. അതുപോലെ കരുനാഗപ്പള്ളിക്കാരായ 2 ടീമുകൾ ജവഹർ തായങ്കരിയിലും കാരിച്ചാലിലും കടന്നു വരുന്നു. തെക്കൻ ചിട്ടയും മധ്യ കേരളത്തിന്റെ മഹത്തായ കോട്ടയം ചിട്ടയും തമ്മിലുള്ള ഒരു പോരാട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പം ലീഡ് ജവഹർ തായങ്കരി തന്നെ ഇപ്പോൾ കരസ്ഥമാക്കുകയാണ്. എങ്കിലും ഇനിയും ഏകദേശം ഒരു കാൽഭാഗം കൂടി നെട്ടയത്തിന്റെ കാൽഭാഗം പിന്നിടേണ്ട ഈ അവസരത്തിൽ വളരെ മനോഹരമായ ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടം. ജവഹർ തായങ്കരി പ്രദേശ് ബോട്ട് ക്ലബ്ബ് BBC കരുനാഗപ്പള്ളിക്കാർ തുഴയുന്ന 1977-ലും 78-ലും 84-ലും നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ജവഹർ തായങ്കരി, കഴിഞ്ഞ 2010-ലും നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ജവഹർ തായങ്കരി കടന്നു വരുന്നു. എന്നാൽ തൊട്ടടുത്തത് കാരിച്ചാൽ അവസാന നിമിഷം ഒരു മുന്നേറ്റം അവർ കാഴ്ചവെക്കുന്നു. വളരെ മനോഹരമായ രീതിയിൽ കാരിച്ചാൽ സംഘം കന്നേറ്റിക്കാർ തുഴയുന്ന കാരിച്ചാലും ജവഹർ തായങ്കരിയും ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടമാണ്. ജവഹർ ആണോ കാരിച്ചാലാണോ? വളരെ ശക്തമായ ഒരു പോരാട്ടമായിരുന്നു. എങ്കിലും ഫോട്ടോ ഫിനിഷിനെ വെല്ലുന്ന ഒരു പോരാട്ടം. തീർച്ചയായും നമുക്ക് സ്ലോ മോഷൻ അല്ലെങ്കിൽ റീപ്ലേ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് പറയുവാൻ കഴിയുള്ളൂ. എങ്കിലും ജഡ്ജസ്